സാധാരണക്കാർക്കും അതേപോലെ തന്നെ കുറച്ച് വണ്ടി അധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഒരു പണിയായിട്ടായിരുന്നു ഈ E20 പെട്രോളിൻ്റെ വരവ്. ഇപ്പോൾ അതിനെക്കാട്ടി വലിയൊരു പ്രശ്നം വരാൻ പോവുകയാണ്. അതായത് ഈ 85 കംപ്ലൈൻ്റ് ആയിട്ടുള്ള വണ്ടികൾ ഇറക്കാൻ പോവുകയാണ്, ഈ 85 ആയിട്ടുള്ള പെട്രോൾ ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ ഭവിഷ്യത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പുതിയ വണ്ടികൾ, അതായത് ഇപ്പോൾ E20 കമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടികൾക്ക് എന്തായാലും E85 പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള കിറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിടാനായിരിക്കും ഈ സർക്കാർ അടുത്തത് പറയുന്നത്. അപ്പോൾ ഈ പുതിയ വണ്ടികൾ വാങ്ങിക്കുന്ന നമ്മളാരായി? പൊട്ടന്മാരായി. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കറണ്ടായിട്ട് വണ്ടി വാങ്ങിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിക്കുക. കാരണം എന്തായാലും ഈ 85 ആക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഇപ്പോൾ തന്നെ ഹീറോൻ്റെ ഒരു ചെറിയ ഇവൻറ്റിൽ ഈ 85 പെട്രോൾ കമ്പാറ്റബിൾ ആയിട്ടുള്ള ബൈക്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് തന്നെ ഈ 85 പെട്രോളും അതേപോലെ തന്നെ നമ്മുടെ വണ്ടികളും ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഈ 85 പെട്രോളിൻ്റെ ഒരു ചെറിയൊരു പെട്രോൾ പമ്പും കൂടി ഇന്ത്യൻ ഓയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണക്കാരാണ്. കാരണം വണ്ടികളിൽ ഇപ്പം തന്നെ അത്യാവശ്യം നല്ല പ്രശ്നങ്ങളുണ്ട്. അതായത് E20 കമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടികളിൽ വരെ E20 അഴിക്കാൻ പറ്റുന്നില്ല. കാരണം അതിൽ അത്രത്തോളം മൈലേജ് ഡ്രോപ്പും അതേപോലെ തന്നെ ഈ ഫ്യൂൽ പമ്പ് അടിച്ചു പോണ കാര്യങ്ങളും ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇനി അടുത്ത് ഈ 85 വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് ഒരു പിടിയുമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റ് സെക്ഷനിൽ ഇടുക.